സിഎയെ ശക്തമായി പിന്തുണയ്ക്കുമെന്ന് ജസ്റ്റിസ് കെ.ടി. തോമസ്. നിലവിലുള്ള ആളുകളുടെ ആരുടെയും പൗരത്വം നഷ്ടമാവില്ല. കോൺഗ്രസും മുൻപ് ഇത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നത് ഭരണഘടനയിലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ സന്ദർശന വേളയിലാണ് ജസ്റ്റിസ് കെ.ടി. തോമസിന്റെ പ്രതികരണം. ഞാൻ വളരെ ശക്തമായി സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെ പിന്താങ്ങുന്നയാളാണ്. കാരണം ഇവിടെ 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള ആരുടെയും സിറ്റിസൺഷിപ്പ് എടുക്കുന്നില്ല. ഇത് പണ്ടേ കോൺഗ്രസ്സുകാർ പറഞ്ഞതാണ് ചെയ്യണമെന്ന്. എത്രയും വേഗം യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പിലാക്കണം, എത്രയും വേഗം. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, സിഎയെ ശക്തമായി പിന്തുണയ്ക്കുമെന്നാണ് ജസ്റ്റിസ് കെ.ടി. തോമസ് പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും സിഎയെയും അതുപോലെ തന്നെ ഏക സിവിൽ കോഡിനെയും എല്ലാം ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് കെ.ടി. തോമസ്. നമുക്കറിയാം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ CPM-ന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും എല്ലാം പ്രചാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സിഎയും അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡും എല്ലാം. അത് BJP-ക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും അത്തരം ആയുധങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാത്രമാണ് പ്രചാരണം നടക്കുന്നത്. വികസന സംവാദങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ എല്ലാ വിഷയങ്ങളോടും നീതിയുക്തമായ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുള്ള സുപ്രീം കോടതിയിലെ മുൻ ജസ്റ്റിസ് കെ.ടി. തോമസ് ഇത്തരത്തിൽ സിഎയെ ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. യൂണിഫോം സിവിൽ കോഡും എത്രയും പെട്ടെന്ന് തന്നെ ഭാരതത്തിൽ കൊണ്ടുവരേണ്ടതാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. നിലവിലുള്ള ഒരാളുകളുടെയും പൗരത്വം നഷ്ടമാകില്ല എന്നുള്ളത് അദ്ദേഹം ഒരു നിയമജ്ഞന്റെ കണ്ണുകളിലൂടെ തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട്, വീക്ഷിച്ചുകൊണ്ട് ഉറപ്പുവരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഇപ്പോഴടക്കം ഉണ്ടാകുന്നത് അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാത്രം പ്രതിഷേധങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉയരുന്നത്. കോൺഗ്രസും ഈ സിഎ അടക്കം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻപ് രംഗത്തെത്തിയവരാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നുള്ളത് ഭരണഘടനയിൽ തന്നെ ഉള്ളതാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിവിധ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി കോട്ടയത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ജസ്റ്റിസ് കെ.ടി. തോമസിന്റെ വീട്ടിലെത്തി സന്ദർശിച്ചപ്പോഴായിരുന്നു ഇത്തരത്തിൽ മാധ്യമങ്ങളോട് അദ്ദേഹം തന്റെ അഭിപ്രായം പങ്കുവച്ചത്. മാത്രമല്ല, കോട്ടയത്ത് വലിയ രീതിയിലുള്ള വിജയ സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ ജസ്റ്റിസ് കെ.ടി. തോമസിന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം ലോക്സഭാ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ വിവിധ തരത്തിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ഏകപക്ഷീയമായിട്ടുള്ള ചർച്ചകളും എല്ലാം തന്നെ നടക്കുമ്പോഴാണ് ശക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ച് ഒരു മുൻ ന്യായാധിപൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, സിഎയെ ശക്തമായി പിന്തുണയ്ക്കുമെന്ന ജസ്റ്റിസ് കെ.ടി. തോമസ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. നിലവിലുള്ള ആളുകളുടെ ആരുടെയും പൗരത്വം നഷ്ടമാവില്ല. കോൺഗ്രസ് മുൻപ് ഇത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നത് ഭരണഘടനയിൽ ഉള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് എൻ.ഡി.എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ സന്ദർശന വേളയിലാണ് ജസ്റ്റിസ് കെ.ടി. തോമസിന്റെ പ്രതികരണം. വിവരണം നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.